Thank you, Dr. Manoj. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1789 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദാണ്. റിജി റഷീദ് ഡോക്ടർ തിരുവനന്തപുരത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടറാണ്. നമുക്ക് ധാരാളം വൈവിധ്യമാർന്ന ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ റിജി. ഇന്ന് ഡോക്ടർ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജെനിറ്റോ യൂറിനറി ട്രാക്ട് ഡിസോർഡേഴ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഇതാണ് ഡോക്ടറുടെ സബ്ജക്റ്റ്. അത് ഡോക്ടർ ഇന്ന് ഒരു പുസ്തകത്തിലൂടെയുള്ള ഈ രോഗങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെന്റ്, അതൊരു പുസ്തകത്തിലൂടെയുള്ള അറിവാണ് ഡോക്ടർ നമുക്ക് പങ്കുവയ്ക്കുന്നത്. അത് ഡോക്ടർ വി രാമകൃഷ്ണൻ എന്ന ഡോക്ടറുടെ പുസ്തകത്തിലൂടെയുള്ള യാത്രയാണ് ഈ അസുഖങ്ങളുമായിട്ട് ഡോക്ടർ ഇന്ന് നടത്തുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. ഒരു നിമിഷത്തെ ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഇന്നത്തെ ഒരു നല്ല ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ സ്നേഹത്തോടുകൂടി ഡോക്ടർ റിജിയെയും ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ക്ലാസ് കൊടുക്കാം. താങ്ക് യു മാം. മാം കേൾക്കണുണ്ടോ? കേൾക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ. കാണും. ഓക്കെ. നമ്മള് ഇന്നത്തെ ബുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ഓഫ് ജെനൈറ്റൽ യൂറിനറി ഡിസീസസ് ഓഫ് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആണ്. ഡോക്ടർ വി രാമകൃഷ്ണ അയ്യപ്പ സാറിന്റെ ബുക്കാണ്. ഇതാണ് ആ ബുക്ക്. അപ്പൊ ഇതിന്റെ ആക്ച്വലി ഒരു ട്രഷർ ഹണ്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും രാമകൃഷ്ണ സാറിലേക്ക് ഞാൻ എത്തുന്നത് എന്ന് പറഞ്ഞാല് UTIനെ കുറിച്ച് ഡോക്ടർ ഷാജിദ സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ട് മാഡമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് മാഡം എനിക്കൊരു ഡ്രിങ്കിനെ പറ്റി പറഞ്ഞു. ആ ഡ്രിങ്ക് വന്നിട്ട് UTI ഉള്ള ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ടും അല്ലാതെയും ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ഒരു ഡ്രിങ്കിനെ പറ്റി മാഡം പറഞ്ഞു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മാഡം എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് അത് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ലേറ്റ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. അപ്പൊ എനിക്ക് ഒരുപാട് എമിനന്റ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള കുറെ പേരെ എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ മാഡം തുറന്നു തന്ന എന്റെ ട്രഷർ ഹണ്ടിന്റെ ഗേറ്റ് തുറന്നു തന്നത് ഷാജിദ സിദ്ദീഖ് മാഡമാണ്. അപ്പൊ മാഡത്തിന്റെ അടുത്തുള്ള ഒരു നന്ദി പറയാതെ ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പൊതുവാൾ സാറിന്റെ അടുത്താണ് എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഹോമിയോപ്പതിക് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് പ്രോഗ്രാം എന്നിട്ടാണ്. അതൊരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു ഡെക്കോറം ഉണ്ട്. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ഗ്രൂപ്പിന്റെ കാര്യമായി. ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമകൃഷ്ണ അയ്യപ്പ സാറിന്റെ കാര്യമാണ്. ഞാന് എന്താ പറയാന്ന് ചോദിച്ചാല് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഭരണഘടന. ആ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ 14 ഉണ്ട്, അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുശാസിക്കുന്നത് ഈ രാജ്യത്തിലെ പൗരന്മാരായ നമ്മളെല്ലാവരും, പിന്നെ അതിന്റെ ബാക്കി ഒരു തരത്തിലും നമ്മളെ വേർതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹോമിയോപ്പതിയില് ആ ആർട്ടിക്കിൾ 14, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 14 വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രാമകൃഷ്ണ സാറിനെയാണ്. എനിക്ക് സാറിന്റെ അടുത്ത് 100% ബഹുമാനമാണ്. കാരണം യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ സാറ് ആര് ഡൗട്ട് ചോദിച്ചാലും അല്ലെങ്കിൽ സാറിന്റെ നോളജ്, സാറിന്റെ റൈറ്റപ്സ്, സാറിന്റെ ബാക്കി ഈ ഹോമിയോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ട് സാറ് ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു നമ്മളെ ഫ്രെറ്റേണിറ്റിയുടെ ഒരു പോരായ്മയാണ് പല അവസരങ്ങളിൽ. അത് വേണ്ടപ്പെട്ടവർക്ക് നൽകുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നൽകുക, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ചില ടീച്ചേഴ്സിന് താല്പര്യം കൂടുതലായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്നത്
പഠിക്കുന്നതും പഠിക്കാത്ത കുട്ടികളെ ഒരുപോലെ കാണുകയും പഠിക്കാത്ത കുട്ടികൾക്ക് പ്രത്യേകം ആ ഒരു ട്രെയിനിങ് കൊടുത്ത് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, അത് അത് മിക്കവാറും ഒരു ടീച്ചിങ്ങിന്റെ ചില ഫാക്കൽറ്റീസിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നെ പോലെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷന്റെ അതായത് സ്മോൾ ഡ്രോപ്സ് ഓഫ് ആക്ഷൻ ഉണ്ടല്ലോ, ഈ സ്മോൾ ഡ്രോപ്സ് വന്നിട്ടാണ് നമ്മുടെ ആക്ച്വലി യഥാർത്ഥത്തിൽ നമ്മളെ ബക്കറ്റ് നിറയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അറിവിന്റെ ബക്കറ്റ് നിറയണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഒരു കീ ആണ്. ആ കൺസിസ്റ്റൻസി കൂടെ മാത്രമേ നമുക്ക് അതായത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒരു ഹാക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അപ്പം നമുക്ക് ബുക്കിലേക്ക് പോവാം. ഇതിനകത്ത് ജെനിറ്റോ യൂറിനറി റിലേറ്റഡ് കംപ്ലൈൻസ് ആണ് നമ്മൾ ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ പബ്ലിഷേഴ്സ് നോട്ടിൽ നമുക്ക് തുടങ്ങാം. We again proudly present to the profession this remarkable compiled work named Homeopathic Management of Genitourinary Diseases of both males and females by Dr. V. Ramakrishna Ayyappa, who has established a benchmark in practice of homeopathy through years. This book is compiled result of deep understanding of the intricate connection between the genitourinary system and the holistic approach of homeopathic medicine. Dr. V. Ramakrishna Ayyappa is from a family of homeopaths and is a second generation homeopath from the family. In this book, he has highlighted the methodology which he has devised after more than 40 years of clinical experience. The method which he gives is time-tested, repeatedly verified, and has a practical approach to it. The author has spent years to bring out the work, and our team has also spent more than a month to bring this work to you, where the team has meticulously checked all the editing aspects, like അങ്ങനെ പോകുന്നുണ്ട്. ഇത് ഡോക്ടർ KP വിപിൻ ഭാസ്കർ ഡയറക്ടർ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജഗദീശൻ ലക്ഷ്മൺ CEO ഹെൽപ്പ് അതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ ബുക്ക് എന്താ ഹോപ്പ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു ഓൾ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ഫോർ ദെയർ സക്സസ് ഇൻ പ്രൊഫഷണൽ ലൈഫ് എന്നുള്ളതാണ്. അപ്പൊ ഈ ബുക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ ആക്ച്വലി റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആൻഡ് ഇൻസൈറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ആണ് നമ്മളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് എത്താനുണ്ടായ മരുന്ന് വെള്ളം, ഓക്കെ, ആ പേഷ്യൻസിന്റെ ലാംഗ്വേജിൽ അവർ ഡോക്ടർ മരുന്ന് വെള്ളം കൊള്ളാം എന്നാണ് പറയാറുള്ളത്. അപ്പൊ സാറിന്റെ മരുന്ന് വെള്ളം എന്താന്ന് വെച്ചാല് യൂട്യൂബിലൊക്കെ വരുന്ന ആൾക്കാർക്ക് മലർപ്പൊരി ഒരു എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ അതിന് തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പിടി മലർപ്പൊരി എടുക്കുക. ആ മലർപ്പൊരി വന്നിട്ട് അതിലേക്ക് തുളസി ഇലയും അതുപോലെ ശംഖുപുഷ്പം 1-2 ശംഖുപുഷ്പം ഇടാം. രാമച്ചത്തിന്റെ പീസ് നമുക്ക് ഇടാം. പിന്നെ ഉള്ളത് ട്രിബുലസ് ആണ്, ഞെരിഞ്ഞിലാണ് ഉള്ളത്. അപ്പൊ ഇത് അതിന്റെ കൂടെ വേണമെങ്കിൽ ഇതനുസരിച്ച് ബാർലി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോ മാഡം തീർച്ചയായിട്ടും ചിലപ്പോ നിങ്ങളൊക്കെ അറിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം എനിക്കൊക്കെ അത് അറിയാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അറിയാത്ത ജൂനിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ ഈ വെള്ളം ഒരു 8 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് 20 ഡ്രോപ്സ് ട്രിബുലസ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് റെഗുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടില്ല, പക്ഷെ എന്നാലും റെക്കറൻസി ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ട്രിബുലസ് ആഡ് ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പൊതുവെ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് മാറി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയോ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വന്ന ഉടനെ ഒരു 2-3 ദിവസം ഈ വെള്ളം ഒന്ന് നിങ്ങൾ അത് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ റെക്കറൻസ് കട്ടാവും എന്നുള്ളതാണ്. അപ്പൊ കാലാകാലം നമുക്ക് UTI എന്ന് പറഞ്ഞ ഒരേ സെയിം കംപ്ലൈന്റ് തന്നെ കുറവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് പേഷ്യന്റ് വരൂല. പിന്നെ ഉള്ളത് ഇതിനകത്ത് ഇതാണ് ആ ഒരു മരുന്ന് വെള്ളം. പിന്നെ ബുക്കിന്റെ ഫസ്റ്റിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് ഒരു ഫീഡ്ബാക്ക് കേസിനെ പറ്റിയാണ് പറയുന്നത്. പെയിൻ ആഫ്റ്റർ യൂറിനേഷൻ, നോ പസൽസ്, നോ ബാക്ടീരിയ, നോ ഇൻഫെക്ഷൻ സിൻസ് 2-3 months. Had allopathic medicine from various hospitals with no change. അങ്ങനെ വരുന്ന കേസസിൽ കോളിബാസിലിനം 12C വന്നിട്ട് മാഡം മെഡിസിൻ ഓഡിബിൾ ആണ്. കോളിബാസിലിനം 12C വന്നിട്ട് 5 പിൽസ് വെച്ച് 4 times ഡെയിലി എടുക്കണം എന്നാണ്
ഉള്ളത്. അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ക്യൂർഡ് വിത്തിൻ 10 days എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ സാറ് ക്ഷമിക്കുക, ആദ്യം ഞാനിത് വായിക്കുമ്പോ ഞാനപ്പോ വിചാരിച്ചു ക്യൂർഡ് വിത്തിൻ 10 days. നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാരും നമ്മൾ കുറെ ബുക്സ് ഒക്കെ നോക്കുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് പോകുന്നവരും സക്സസ് ആവുന്നവരും ഫെയിലിയർ ആവുന്നവരും ഉണ്ട്, സ്വാഭാവികം. പക്ഷെ എനിക്ക് 10 days എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയെങ്കിലും പക്ഷെ അത് കൊടുത്തു വന്നപ്പോ എനിക്ക് മനസ്സിലായി സാറ് 10 days എന്നുള്ളതൊന്ന് നീട്ടി എഴുതിയേക്കുന്നതാണ്. ഒരു 3 to 5 days കൊണ്ട് തന്നെ പല കേസസും അത് ശരിയായി പോകും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ആ ഒരു ഡൗട്ടിന്റെ ആവശ്യം അവിടെ ഇല്ല, എന്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് യൂറിൻ റൊട്ടീൻ ഡൺ ഓൺ ഒരു ടിപ്പിക്കൽ ഡേറ്റ് 13/12/2022 സോ പ്ലെന്റി ഓഫ് RBCs ആൻഡ് പസൽസ് ഇൻ ദ യൂറിൻ. എന്നിട്ട് USG അബ്ഡോമൻ വന്നിട്ട് നോർമൽ ആണ് പേഷ്യന്റിന്. ആ പേഷ്യന്റിന് വന്നിട്ട് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാല് അക്കാലിഫ ഇൻഡിക്ക 3x ആഫ്റ്റർ 10 minutes കാലിഫോസ് 3 tabs both 2 hourly 5 times daily. അതാണ് എഴുതിയേക്കുന്നത്. അക്കാലിഫ ഇൻഡിക്ക 3x അത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കാലിഫോസ് 6xന്റെ ഒരു 3 ടാബ്ലറ്റ് അത് 2 മണിക്കൂർ ഇടവിട്ട് ഒരു 5 ടൈംസ് കൊടുക്കാം, രണ്ടും 5 ടൈംസ് കൊടുക്കാം എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതും വന്നിട്ട് ഇതിനുള്ള മാതിരി തന്നെ 3 ഡേയ്സിനുള്ളിൽ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അത് അങ്ങനെ തന്നെ സാർ ഇതിൽ യൂറിൻ ക്ലിയർഡ് വിത്തിൻ 3 days പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ചില മെഡിസിൻസിന്റെ നാടൻ പേരുകൾ ചിലപ്പം നമുക്ക് അറിയില്ലായിരിക്കും. അതും സാറ് വളരെ കൃത്യമായിട്ട് എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതും വളരെ കൃത്യമായിട്ട് സാർ ഇതില് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിള് മൂത്രമൊഴിച്ച ഉടനെ പിന്നെയും മൂത്രമൊഴിക്കാൻ തോന്നുക, കോൺസ്റ്റന്റ് ഡിസയർ ടു യൂറിനേറ്റ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എയ്ക്വിസ്റ്റമിന്റെ ടിഞ്ചർ വന്നിട്ട് ഒരു 20 drops എടുക്കുക, അതൊരു 1 liter വെള്ളത്തിൽ എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിനു ശേഷം രാവിലെ മുതൽ രാത്രി വരെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോവിസ്റ്റ 30 നമ്മളൊരു 1 മണിക്കൂർ ഇടവിട്ട് എടുക്കുക, ബെറ്റർ ആയി കഴിയുമ്പോൾ അതൊരു 4 times ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ബിഗിനേഴ്സിന് ഒരുപാട് പേർക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് മെഡിസിൻസ് വാങ്ങിച്ച് വെക്കും. എന്താണെന്നറിയാമോ, ഇത് കൊടുത്താൽ കുറയും അല്ലെങ്കിൽ അത് കൊടുത്താൽ കുറയും. പിന്നെ എന്താ നമ്മൾ ഓരോ സെമിനാറിന് പോയി വരുമ്പോഴും ആ സെമിനാറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടിപ്പ് വെച്ച് നമ്മൾ കുറെ മരുന്ന് വാങ്ങി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് പല മീൻസ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുമ്പോൾ ടിപ്സ് കിട്ടുമ്പോൾ ഒക്കെ വെക്കും. പക്ഷെ വേദനയോടുകൂടി ഞാനൊരു കാര്യം പറയാൻ ഓർമ്മിക്കുകയാണ്, പല മെഡിസിൻസും ബോട്ടിൽ പോലും പൊട്ടിക്കാതെ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ആള് വന്നിട്ടില്ല, ഇത്ര കാലമായിട്ടും വന്നിട്ടില്ല ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവോപ്പറേറ്റ്, അതായത് ബോട്ടിൽ പൊട്ടിച്ചിട്ടില്ല പക്ഷെ അതിന്റെ ഒരു പകുതിയിൽ കൂടുതൽ ഇവോപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാല് എനിക്കറിയുന്ന ഡോക്ടേഴ്സിനാണെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചിട്ട് പറയും, പിന്നെ ഇന്ന മരുന്ന് എന്തെങ്കിലും ഉണ്ട് കേട്ടോ, നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനത് അയച്ചു തരാം. ഓക്കെ, വെറുതെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നേക്കാളും നല്ലത് അതാണല്ലോ. ഇപ്പൊ ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ ഇതുപോലെ ഞങ്ങളുടെ ക്ലിനിക്കിലും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കാം. പിന്നെ അടുത്ത് നമ്മൾ നേരിടുന്ന ബിഗിനേഴ്സ് നേരിടുന്ന വേറെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് പേഷ്യൻസ് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫാർമസിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അവര് നമുക്ക് ക്രെഡിറ്റ് തരുന്ന തിങ്സും അല്ലാത്തവരും ഉണ്ട്. അപ്പൊ നമ്മൾ കുറെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എക്കണോമിക്കലി അതൊരു ബുദ്ധിമുട്ടാണ്. പേഷ്യൻസിനും ഈ പറഞ്ഞ മാതിരി ബില്ലിന്റെ ആ ഒരു ഇതിലും പിന്നെ അല്ലാണ്ട് നമുക്കും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടർ ഒരു മാസം തികയുമ്പോൾ സത്യം പറഞ്ഞാൽ ഫാർമസിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ക്ലിനിക്ക് ഇട്ടേക്കുന്നത് എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ വാടക കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു തോന്നല്. ഈ ബുക്ക് കൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് മെഡിസിന്റെ കോസ്റ്റ് വന്നിട്ട് എന്റെ എക്സ്പീരിയൻസിൽ മെഡിസിന്റെ കോസ്റ്റ് വന്നിട്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ എനിക്കത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്, രണ്ട് ചില മെഡിസിൻസ് ഉണ്ടല്ലോ ഇതിനകത്തുള്ള ഞാൻ കുറച്ച് മെഡിസിൻസ് ആണ് ഇതിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അത് 100%
അതിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വന്നു പോകും. അപ്പൊ ഇനി അപ്പൊ ബോവിസ്റ്റ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ബോവിസ്റ്റന്റെയും ഇക്വിസ്റ്റമിന്റെയും ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ബോവിസ്റ്റ 30, മൂത്രം ഒഴിച്ച ഉടനെ പിന്നെയും മൂത്രം ഒഴിക്കാൻ തോന്നുക. ഫ്രീക്വന്റ് ഡിസയർ ടു യൂറിനേറ്റ് ഈവൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂറിനേഷൻ. Equistem, constant desire to urinate and passes large quantity of pale urine without relief. Desire increase as the quantity of the urine diminishes. ഇതാണ് ഇതിനകത്ത് ഇക്വിസ്റ്റമിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഞാൻ ഇതിനകത്ത് യൂട്യൂബിനകത്ത് ഒരു കമന്റ് കണ്ടിരുന്നു. ആക്ച്വലി ഏത് ലാംഗ്വേജിൽ, മലയാളമായാലും അവനവന്റെ മാതൃഭാഷ എപ്പോഴും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളിനി നമ്മൾ എല്ലാവരും ഗ്ലോബൽ സിറ്റിസൺസ് ആണ്, ഓക്കെ. പക്ഷേ നമ്മൾ എന്തൊക്കെ തന്നെ അറ്റൈൻ ചെയ്താലും, നമ്മൾ ഏതൊക്കെ തന്നെ പൊസിഷനിലാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മദർ ടങ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വാല്യൂഡ് ആണ്. ഒന്ന്. എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, അവനവന്റെ ഭാഷയിൽ ഒരു കാര്യം, അത് മെഡിസിന്റെ കാര്യം ആയിക്കോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം ആയിക്കോട്ടെ, പൊളിറ്റിക്സിന്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ഫോൾട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, അതിലൊരു കമന്റ് ഞാൻ വായിച്ചത്, മോസ്റ്റ് ഓഫ് ദ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിന് വന്നിട്ട് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല എന്ന ആ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. For your kind information, we are all well versed, okay. According to our need, we can communicate. We are ready to communicate. പക്ഷെ അത് നമ്മുടെ ഒരു ഇഷ്ടമാണ്. ഹൗ ഫാർ അല്ലെങ്കിൽ വെൻ വെയർ എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ഇഷ്ടമാണ്. പിന്നെ ഇത് മലയാള സെഷനാണ്, ഓക്കെ. അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഉള്ളത് സെക്ഷൽ തോട്ട്സ് ഓർ ഫീലിംഗ് ട്രിഗർ ഡിസയർ ഫോർ യൂറിനേഷൻ. അതായത് ആ പേഷ്യന്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സെക്ഷൽ തോട്ട്സ് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീലിങ്സ് അയാളുടെ ഉള്ളിലേക്ക് ഉണ്ടാവുന്ന സമയത്തോ ഒരു പെട്ടെന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാനുള്ള ഒരു ട്രിഗർ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ലൈഫ് ഇൻ 30 or 200 ആണ് പറഞ്ഞേക്കുന്നത്. ഒരു ഡോസ് കൊടുക്കുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിയും അത് ഓക്കെ ആണെങ്കിൽ ആ ഒരു ഡോസിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവാറുണ്ട്. പിന്നെ ഉള്ളത്, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു കേസ് ഞാൻ പറയാൻ എനിക്കൊരു ഇതുണ്ട്. അതായത് ഒരു 22 or 23 ഇയേഴ്സ് ഉള്ള ഒരു പെൺകുട്ടി, MCA ഫൈനൽ ഇയർ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ബ്ലീഡിംഗ് ആണ്. ഒരു ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞാൽ 18 to 19 ഡേയ്സിലൊക്കെ ക്ലോട്ട്സ് ആണ് പോകുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് ട്രാനോസ്റ്റാറ്റ് MF അല്ലെങ്കിൽ എത്താംസിലേറ്റഡ്, പിന്നെ പ്രൈമലൂട്ടൻ, ഇതൊക്കെ കുറെ ദിവസം, അതായത് എല്ലാ മാസവും വരുമല്ലോ. അപ്പൊ പല സ്ഥലത്തു നിന്ന് ഗൈനക്കിനെയും അല്ലാതെയൊക്കെ കണ്ട് ഇതൊക്കെ എടുത്ത് വരുന്ന കേസാണ്. അപ്പം സാധാരണഗതിയിൽ OP-യിൽ വരുന്ന ആൾക്കാരോട് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇഞ്ചക്ഷൻസും അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സും ബാക്കി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിഷ്യൽ ഡോസിന്റെ സമയത്ത് എന്തെങ്കിലും എമർജൻസീസ് വരികയാണെങ്കിൽ നിങ്ങൾ ഗൈനക്കിനോ അല്ലെങ്കിൽ ആ ഒരു കൺസേൺ ആയിട്ടുള്ള ഡിസീസസിന്റെ അങ്ങനെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ആശ്വാസത്തിന്റെ ഒരു പാലിയേഷനോ സപ്രഷനോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാമെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഫൈബ്രോയിഡ്, PCOD ഒക്കെ ആയിട്ട് വരുന്ന കേസസിൽ എക്സസീവ് ബ്ലീഡിങ് അല്ലെങ്കിൽ HB ഒരു 6, 7 അല്ലെങ്കിൽ പിന്നെ 4 വരെ എത്തിയിട്ടുള്ള കേസസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആദ്യമേ പറഞ്ഞാണ് എടുക്കാറ്. അപ്പൊ നിങ്ങൾ അത് എടുക്കുക, എന്നിട്ട് നമ്മുടെ മെഡിസിൻ എടുക്കുക. അപ്പൊ അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം മുതൽ അത് നമുക്ക് അണ്ടർ കൺട്രോളിലേക്ക് എത്തും എന്ന് പറഞ്ഞാണ് എടുക്കുക. പക്ഷെ ഈ കേസിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ഓൾറെഡി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതാണ്. അപ്പം USG അബ്ഡോമനിൽ വരുമ്പോഴത്തേക്കും യൂട്രസിൽ ഒരു ചെറിയൊരു മെഷ് പോലെ ഒരു ചെറിയ ഗ്രോത്തും പിന്നെ PCOD ആണ് കാണുന്നത്. അപ്പൊ ഞാന് സാറിനോട് ഈ കാര്യം ചോദിച്ചിരുന്നു. അപ്പൊ ഈ ക്ലോട്ടിന്റെ കാര്യം, ഇങ്ങനെ ഇവർ അലോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യം, എന്നിട്ട് ഈ ഒരു പ്രോഗ്രസ് ഇല്ലാത്ത കാര്യം ഇതൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ട്രാനോസ്റ്റാറ്റ് MF-ഉം എത്താംസിലേറ്റും പ്രൈമലൂട്ടനും മാറി മാറി എടുക്കുന്ന ആ ഒരു ലേഡീസ് ആ ഒരു ഇനിഷ്യൽ പീരീഡ്, അതായത് ഈ ഒരു എക്സ്പീരിയൻസിന് മുമ്പ് വരെ ആ ഒരു ഇനിഷ്യൽ പീരീഡിൽ വരുന്ന കേസസ് ആണെങ്കിലും പല മെഡിസിൻസും കൊടുത്തിട്ട് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും വരാത്ത കേസസ് ഞാനത് അവരോട് ആദ്യമേ പറയാറുണ്ട്. ബാക്കി മെഡിസിൻസ് ആണ് സാധാരണ കൊടുക്കാറ്.
അപ്പൊ ഞാന് സാറിനോട് ഇതിങ്ങനെ സൂചിപ്പിച്ചു. അപ്പൊ സാറ് ഗ്രൂപ്പിൽ സൂചിപ്പിച്ചു. അപ്പൊ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാല് അക്കാലിഫ ഇൻഡിക്ക 3x 3x എടുക്കുക. അതുപോലെ തന്നെ അതൊരു 5 പിൽസ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ കാലിഫോസ് 6x വിത്ത് ഹമാമിലിസ്. ഇതാണ് സാറ് പറഞ്ഞത്. കാലിഫോസ് 6xനകത്ത് ഹമാമിലിസ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിങ്ങനെ ഇടവിട്ട് കൊടുക്കാൻ സാറ് പറഞ്ഞിരുന്നു. എന്നിട്ട് ബ്ലീഡിങ് ഇന്റൻസ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാലിഫോസ് 6x മാറ്റിയിട്ട് ഹമാമിലിസ് ടിഞ്ചർ കൊടുക്കാൻ പറഞ്ഞിരുന്നു. സാറിന്റെ ഒരു കേസിന്റെ എക്സ്പീരിയൻസോട് കൂടി ആണ് സാർ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിന് മുമ്പും ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പല കോമ്പിനേഷൻസും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു കേസ്, അതായത് ഞാൻ റെഫർ ചെയ്യാൻ വില്ലിംഗ് ആണ്, പക്ഷെ പേഷ്യന്റ് പോവാൻ തയ്യാറല്ല. അത് അപ്പോൺ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കുറച്ച് കേസസ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അവരോട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണിക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് നോക്കാം, അങ്ങനെ പല കേസസ് ഉണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷെ അവര് പോവില്ല, അവര് ഒന്ന് പോവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എക്കണോമിക്കലി അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പിന്നെ അത് നമ്മളുടെ തന്നെ ഒരു ആവശ്യകതയായി മാറുന്ന ഒരു അവസരം വരാറുണ്ട്. ഈ മെഡിസിൻ ഞാൻ കൊടുത്തു. അപ്പൊ ഇതിനിടയിൽ ഈ കുട്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും HP ഒക്കെ കുറവായിരിക്കുമ്പോൾ നമ്മൾ ഫുഡ് ഡയറ്റിലൊക്കെ വേരിയേഷൻസ് ഒക്കെ ഒന്നെല്ലാം കഴിക്കാനൊക്കെ പറയുമല്ലോ. അപ്പൊ അതായത് ഞാൻ സാറിനോട് ഈ കേസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ കുട്ടിക്ക് ഒരുവിധം നമ്മൾ ഒക്കെ ഓൾറെഡി അല്ലാതെയൊക്കെ ഫോസ്ഫറസ് അതൊക്കെ കൊടുക്കുമ്പോൾ മാറ്റം വരേണ്ടതാണല്ലോ. അപ്പൊ ഇത് വരാതെ ഞാൻ ചോദിക്കുമ്പോൾ ഈ കുട്ടി തറയിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ തറയിൽ കിടന്നിട്ട് കുട്ടിയാണ്, നമ്മൾ പ്രഷർ കൊടുക്കാതെ നമുക്ക് നിലത്തുനിന്ന് എണീക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എന്നിട്ട് ഈ വിളർച്ച കൂടുന്നതും അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ BP ഇങ്ങനെ കുറഞ്ഞു പോകുന്ന കാരണം ഒരു ദിവസം ഞാൻ ഈ കൊച്ചിന്റെ അമ്മയെടുത്ത് ദേഷ്യപ്പെട്ടു. ഞാൻ വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മരുന്ന് തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് അവരെന്റെ അടുത്ത് പറയുന്നത് ഡോക്ടർ റേഷൻ ഒരു കഞ്ഞിയാണ് വീട്ടിലുള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. റേഷനരി കഞ്ഞിയാണ് വീട്ടിലുള്ളത്, അതാണ് 3 നേരം ഈ കൊച്ചിന് കൊടുക്കുന്നത്. എന്നിട്ട് ട്രാനോസ്റ്റാറ്റും മെത്താംസ്ലേറ്റും വാങ്ങാൻ പൈസ ഇല്ലാത്തത് കാരണം മോളെ ഓൺലൈൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയും കൂടെ ആ വീട്ടിലുണ്ട്. അപ്പൊ ഇവർക്ക് വേറെ ഒന്നിനും പോകാൻ സാധിക്കില്ല. അപ്പൊ അവരൊരു ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാം. ആ കേസാണ് എനിക്ക് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് അത് എനിക്ക് ഒരു 4 or 5 days കഴിഞ്ഞപ്പം എനിക്ക് ഫീഡ്ബാക്ക് വന്നു, കുറവുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇനിയിപ്പോ ഡോസ് എന്താണ് ചെയ്യേണ്ടത്? സാർ പറഞ്ഞു കാലിഫോസ് തന്നെ പോട്ടെ, ഹെമാമെലിസ് അപ്പൊ കൊടുക്കണ്ട, അക്കാലിഫയും കാലിഫോസും പോട്ടെ എന്ന് പറഞ്ഞു. ബ്ലീഡിങ് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രോബ്ലംസ് ഉണ്ടല്ലോ സ്കാനില്. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു കാലിഫോസ് മാത്രം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഏകദേശം 3 months ആവുന്നു കേട്ടോ. ഇപ്പൊ പേഷ്യന്റ് കാലിഫോസിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, കാലിഫോസ് BD യിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസവും അതായത് ഈ മാസം സ്റ്റാർട്ടിങ്ങിലും വളരെയധികം സന്തോഷത്തോടുകൂടി എനിക്കൊരു വോയിസ് വന്നു, ഡോക്ടർ എനിക്ക് പീരീഡ്സ് ആയി, അത് 2 ദിവസം ഉണ്ടായിരുന്നു, സാധാരണ പോലെയാണ്, ഇനി ഞാൻ എന്റെ പഴയ മരുന്ന് കഴിക്കട്ടെ എന്ന്. ആ പഴയ മരുന്ന് മോള് കഴിക്കുന്നുണ്ട്. അപ്പൊ സാറിന്റെ അടുത്ത് വളരെയധികം നന്ദി. കാര്യം ഇത് ഇങ്ങനൊരു കേസും കൂടെ ആയതുകൊണ്ട്. രണ്ടാമത്തെ ഇത് ഇങ്ങനൊരു കേസ് എന്ന് പറഞ്ഞാല് അലോപ്പതി ഡോക്ടേഴ്സ് ഹിസ്റ്ററക്ടമി ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ട് വന്നൊരു കേസാണ്. അപ്പൊ നമ്മൾ അക്കാലിഫ ഇൻഡിക്കയും 3x അതുപോലെ തന്നെ കാലിഫോസ് വിട്ട് അമാരലും. പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറഞ്ഞാല് ഒരു വൈറൽ ഈ അടുത്ത കാലത്തുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായല്ലോ. ആ ഹൈബ്രിഡ് ഫീവർ വന്നിട്ട് 104 105 ഒക്കെ റെക്കറന്റ് ആയിട്ട് നിൽക്കുന്നത് ചില്ലിനെസ്സും. അതായത് ഈ ഹൈബ്രിഡ് ഫീവറും ചില്ലിനെസ്സും ആണ് ഇതിന്റെ. അത് ഒരു എല്ലാവർക്കും ആ കേസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ചില്ലിനെസ് ആണുള്ളത്. പിന്നെ അതിന്റെ കൂടെ വന്നിട്ട് വയറിളക്കം അല്ലെങ്കിൽ റെസ്പിറേറ്ററി, ഇത് ഒന്നൊന്നായിട്ട്, അത് ഒന്ന് കുറഞ്ഞു വരുമ്പോൾ അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും, അത് കുറഞ്ഞു വരുമ്പോൾ അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വോമിറ്റിംഗ് ഉള്ള കേസസ് അങ്ങനെയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ 2 അത്യാവശ്യം അറിയപ്പെടുന്ന 2 അലോപ്പതിക് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ ഫ്ലൂവിന്റെ സീസൺ ഹൈ ആയ സമയത്ത് ഒരു റൂമില്, അതായത് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ അത് ഇൻക്ലൂഡിങ് ടേർഷ്യറി കെയർ ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ 5000 റുപ്പീസിന്റെ റൂം മാത്രമേ ഒഴിവുള്ളൂ, ബാക്കി എല്ലാം ഫില്ലായി, അത്രയും ഫില്ലായി. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയൊരു കേസാണ്. ഒരു എന്താ പറയാ, അന്യദേശ തൊഴിലാളിയാണ്, അതിഥി തൊഴിലാളിയാണ് കേട്ടോ.
അപ്പൊ ഈ കേസ് വന്നപ്പം ആക്ച്വലി അപ്പം ഈ കേസ് എന്റെ അടുത്ത് വരുമ്പം ശരിക്കും ഞാനിങ്ങനെ മനസ്സിൽ കരുതി 105 ഉണ്ട്. അപ്പൊ 2 ദിവസമായിട്ട് പനിയുണ്ട്, സെയിം സിംറ്റംസ് തന്നെ, ചില്ലിനെസ് ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ കരുതി അയ്യോ നോക്കാൻ പോലും ഒരാളില്ല, കാരണം അവർ ഇവിടെ വന്ന് പണിയെടുക്കുന്നതാണല്ലോ. അപ്പൊ പിന്നെ നമ്മളെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും എത്ര ദിവസം എടുക്കും, കാര്യം ബാക്കി ഈ വരുന്ന പേഷ്യൻസ് ഒക്കെ ഫ്ലൂയിഡ് ഇട്ട കഥ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം അഡ്മിറ്റ് ആയ കഥ പറയുന്നുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മളടുത്ത് വരുന്നത്. അതും ലക്കിലി അതും അലർജി കേസസിൽ അത് പറയാൻ എനിക്ക് പ്രൗഡേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് എടുത്തിട്ട് കുറയാത്ത അലർജി കേസസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഹോമിയോന്ന് അങ്ങോട്ട് പോകുന്ന കേസല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കേസസ് ആണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ പേഷ്യൻസ് ഒക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ്. ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ ഭാഗത്തേക്ക് കാണില്ല. എന്റെ അലർജി കേസസ് എസ്പെഷ്യലി കഫ് റിലേറ്റഡ് ആയിട്ടുള്ള കേസസിൽ ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആയിട്ടുള്ളത് അരവിന്ദ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിന്റെ അടുത്താണ്. എനിക്ക് സീനിയർ ആണ്, ബട്ട് ഹീ സൂപ്പർ ബിൻ ഡീലിംഗ് ഓൾ ദീസ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഞാൻ സാർ എന്നോട് പറഞ്ഞത് യൂപ്പറ്റോറിയം വെർഫോളിയം വന്നിട്ട് യൂപ്പറ്റോറിയം ടിഞ്ചർ വന്നിട്ട് 10 ഡ്രോപ്സ് വെച്ച് 4 ടൈംസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഇടുമ്പോൾ ലൂക്കോസൈറ്റ്സും ബാക്കിയൊക്കെ IG ഒക്കെ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളത് കാരണം പൈറോജൻ 30 വന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു. പൈറോജൻ 30 കൊടുത്ത് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഫോർമാലിൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്. ഫോർമാലിൻ 60 or 30 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ 30 ആണ് അപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പൈറോജൻ 30യും അതുപോലെ തന്നെ ഫോർമാലിൻ 30 ആണ് ഞാൻ കൊടുത്തത്. പിന്നെ യൂപ്പറ്റോറിയം വന്നിട്ട് കൊടുത്തു. എന്നിട്ട് സാർ എന്നോട് 2 ദിവസം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ അവസ്ഥ മോശമാണെങ്കിൽ അപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന കാര്യം, എനിക്ക് ചുറ്റും ഞാൻ കണ്ടതൊക്കെ അങ്ങനെയാണ്. പക്ഷെ 2 ദിവസം ഒന്നും എടുത്തില്ല കേട്ടോ, ഒരു 1.5 ദിവസമൊക്കെ ആയപ്പോ ഇയാള് വീണ്ടും വരികയാണ്. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ചില്ലിനെസ് ഒക്കെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ഇത് ഞാൻ വരാൻ പറഞ്ഞുകൊണ്ട് വന്നതാണ്. പേഷ്യന്റ് ബെറ്റർ ആണ്, ടെമ്പറേച്ചർ ഒക്കെ കുറവുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് വീണ്ടും ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ആ പേഷ്യന്റ് വന്നില്ല പേഷ്യന്റ്. എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ പേഷ്യന്റ് പോയി എന്ന് വിചാരിച്ചു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നിട്ട് എന്ത് പറയണം, यहाँ इंजेक्शन नहीं है, अच्छा डॉक्टर ഓക്കെ. എന്നിട്ട് എന്നെ തൊഴിലൊക്കെ ചെയ്ത് എനിക്ക് ഓറഞ്ച് തന്നിട്ടാണ് ആ പേഷ്യന്റ് പോയത്. ഓക്കെ, അപ്പൊ ഞാന് സീരിയസ്ലി വിത്ത് ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയുവാണ് ഇത്. പക്ഷെ എനിക്ക് സാറിനോട് നേരത്തെ ചോദിക്കാൻ തോന്നിയിരുന്നു എങ്കിൽ എന്റെ നാട്ടിൽ കുറച്ച് ആൾക്കാർ 5000-10000 എനിക്ക് ലാഭിക്കാമായിരുന്നു. ഓക്കെ, പിന്നെ ഉള്ളത് പിന്നെ അടുത്തുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അലോപ്പതിയുടെ കേസസ് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ നേരത്തെയൊക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു കേസിൽ വന്നിട്ട് കഷിന്റെ ആണ് പേഷ്യന്റ്. എന്നിട്ട് മുടിയൊക്കെ വരുന്നുണ്ട് മുടി, പക്ഷെ ചില ഏരിയയിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ബാക്കി മുടിയൊക്കെ വളർന്ന് അത് വലുതായി ആ ഒരു 2 monthsന്റെ ഗ്രോത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മെയിൽ ഹോർമോണൽ അസീൽ എടുത്തു പേഷ്യന്റിന്. പിന്നെ പേഷ്യന്റിന് വേറെ പ്രത്യേകിച്ച് പുള്ളിക്ക് വീക്ക്നെസ്സോ അല്ലെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, എക്സ് മിലിറ്ററി ആണ്. അപ്പൊ ഞാൻ വിട്ടു. ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും അയാളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ LH ഹോർമോണും പ്രൊലാക്റ്റിനും ഇൻക്രീസ് ആയിരുന്നു പേഷ്യന്റിന്. അപ്പൊ ആ സമയത്ത് സാർ എന്നോട് ഗ്രാഫൈറ്റിസ് വണ്ണം കൊടുക്കാൻ പറഞ്ഞു, മന്ത്ലി വൺസ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് 30 വന്നിട്ട് ഒരു 5 പിൽസ് രാവിലെ കൊടുക്കാൻ സാറ് പറഞ്ഞിരുന്നു. പിന്നെ നട്ട്സ് വാഷ് 30, ഇഗ്നേഷ്യ 30 വന്നിട്ട് 3 times ഡെയിലി കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരു 1.5 മാസത്തിനകത്ത് എന്നൊക്കെ വരുള്ളൂ. അപ്പം ആഫ്റ്റർ 3 or 4 months കഴിഞ്ഞ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. പ്ലസ് ചിലപ്പോൾ ഇത് അയാളുടെ നോർമാലിറ്റി ആയിരിക്കാമെന്നും അതിലെങ്ങനെ പാനിക് ആവേണ്ട കാര്യമില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ എന്താണെങ്കിലും എന്റെ അവിടെ ഇവിടെയും ബ്ലാങ്ക് ഉണ്ടാകുന്ന ഉണ്ടല്ലോ, അവിടെയും ആനക്കൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി. അപ്പൊ ആ കാര്യത്തിലും ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കേസസ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ, ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സാറിന്റെ ഇന്ന് കിട്ടിയ ഫീഡ്ബാക്കിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇത് മൂന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ ഉള്ളത് നമ്മുടെ ഈക്കോളയുടെ ഒരു ചാപ്റ്റർ ഉണ്ട് ഇതില്. ഈക്കോളയുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് E. coli in urine is very difficult to cure, but our homeopathic approach will be more effective than our systems. This remedy is made from the culture of E. coli
almost as specific for E. coli infections. Frequent urination, passes small quantities at a time, sensation as if he must go to the toilet again and again to urinate immediately after passing urine. കൂടെ കൂടെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നുക, വെറുതെ വെറുതെ ബാത്റൂമിൽ പോവുകയും വരികയും ചെയ്യുക. ഇത് അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റ് അസുഖമായിട്ട് വരുന്ന ആൾക്കാരിൽ മിക്കവാറും പറയാറുണ്ട്. Inflammation of the entire urinary tract, that is pyelonephritis, urethritis, cystitis, etc. Dysuria with burning at the end of the flow, offensive urine occasionally, then hematuria and sensation of heat and burning after urination, pain in region of the kidney and along the urethra, painful on palpitation. ഇതിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോളിബാസിലിനെ 12 അല്ലെങ്കിൽ 30 ആണ് ഇതിനകത്ത് ഈക്കോളയുടെ അടുത്തലായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് പറഞ്ഞാൽ മെത്തിലിൻ ബ്ലൂ 30യുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് കോളിബാസിലിനെ 12 വന്നിട്ട് 4 times daily ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും ഫോർമാലിൻ 30, കോളിബാസിലിനെ 12 എന്റെ എന്താ പറയാ സ്ഥിരം സന്ദർശകൻ അല്ലെങ്കിൽ സ്ഥിരം റുട്ടീന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നല്ല റിസൾട്ടും അത് അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് വന്നിട്ട് കിഡ്നി സ്റ്റോണിന്റെ കാര്യത്തിൽ. കിഡ്നി സ്റ്റോണിന്റെ കാര്യത്തിലും അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡ്രിങ്കിന്റെ കാര്യം ഉണ്ട്. കിഡ്നി സ്റ്റോണിൽ വന്നിട്ട് അതിലും നമ്മളെ മലർപ്പൊരിയാണ്. അതുപോലെ തന്നെ പിഞ്ച് ഓഫ് അജ്വൈൻ ഓർ ഓമം and padimugam and half teaspoon of barley powder in 1 or 2 liters of water. Boil it. You can also add half handful of ദർഭപ്പുല്ല്. ഒരു അതും കൂടെ നമുക്കൊരു പകുതി കൈപ്പിടി അളവിൽ അത് ഇടാമെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ പല പല ടിഞ്ചേഴ്സ് ഉണ്ടല്ലോ, വെറി വെറി സോൾഗാരിസ് അല്ലെങ്കിൽ എന്താ ഹൈഡ്രാഞ്ചിയ, യുവാർസി, അങ്ങനെയുള്ള നമ്മൾ ടിഞ്ചേഴ്സ് മാറി മാറി എടുക്കുന്ന 20 ഡ്രോപ്സ് കൊടുക്കുന്നവരുണ്ട്, 14 കൊടുക്കുന്നവരുണ്ട്, 10 കൊടുക്കുന്നവർ, അങ്ങനെ മാറി മാറി കൊടുക്കുന്നതുണ്ടല്ലോ. അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് ആ ഒരു ടിഞ്ചറിന്റെ കൂടെ തന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോലി പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതെല്ലാം കൂടെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഞാൻ ഓമം മാത്രം വെള്ളത്തിൽ ഇട്ട് കാച്ചി കുടിക്കാൻ പറയാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ UTI കേസസ് നമുക്ക് കിട്ടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഹൈജീൻ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അതായത് അവര് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അവർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്ന സമയത്ത് ആ മൂത്രം പിടിച്ചു വെക്കാൻ പാടില്ല, പിന്നെ വൈപ്പ് ചെയ്യുന്നത് ഫ്രണ്ടിന്റെ ബാക്കിലോട്ട് തന്നെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ ഏനൽ ഏരിയയിലെ ബാക്ടീരിയ ഫ്രണ്ടിലോട്ട് വരാം, അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇത് ഇപ്പൊ ഒരുപാട് പേര് വന്നിട്ട് ഇറിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇറിറ്റൻസ് ആണെന്ന് അറിഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതല്ല. എന്തെങ്കിലുമൊക്കെ അവിടെ മെയിലായാലും ഫീമെയിലായാലും ആ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മൾ അതങ്ങനെ തന്നെ വേണ്ടാന്ന് വെക്കാനുള്ളത് പറയാ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഡയറ്റിൽ വന്നിട്ട് പ്രോബയോട്ടിക്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറയാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലാക്ടോബാസിലസ് ഒക്കെ പോലത്തെ നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ മേടിക്കുന്ന പോലെ തന്നെ പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റോറിൽ. അപ്പൊ ആ ലാക്ടോബാസിലസ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പൊട്ടൻഷ്യസ് അതങ്ങനെ എടുക്കും. ഞാൻ പക്ഷെ അത് ഈ പുറത്തുനിന്ന് എടുക്കുന്നതാണ് സാധാരണ പറയാറുള്ളത്. അത് നമ്മുടെ ആ ഒരു ഗട്ടില് ആ ഒരു ഫ്ലോറ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ എടുക്കാൻ പറയാം. പിന്നെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും സ്ട്രെസ് റിലീവിങ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഉറക്കം നല്ലതായിരിക്കണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ, അതിപ്പോ ഇതെന്നുള്ളതല്ല, ഏത് അസുഖമായിട്ട് നമ്മുടെ അടുത്ത് വന്നാലും ഈ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഫീമെയിൽ കംപ്ലൈൻസില് ഫീമെയിൽ കംപ്ലൈൻസിൽ ഞാൻ ജസ്റ്റ് ഹെഡിങ് ഒന്ന് വായിക്കാം. അപ്പൊ ആ ബുക്കിന്റെ ഇമ്പോർട്ടൻസ്, അതായത് നമ്മുടെ PCOD ഉള്ള കേസസിൽ തന്നെ അത് പല പല ഹെഡിങ് ആയിട്ടാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. PCOD വിത്ത് സപ്രഷൻ ഓഫ് പീരീഡ്സ് സ്മോൾ സിസ്റ്റ്, PCOD വിത്ത് സപ്രഷൻ ഓഫ് പീരീഡ്സ് ലാർജ് സിസ്റ്റ്, ഹെമറേജിക് സിസ്റ്റ്, ഒബ്സ്റ്റിനേറ്റ് അമിനോറിയ വിത്ത് AMH high and PCOD, amenorrhea obstinate type with PCOD, amenorrhea with PCOD, hirsutism, PCOD, obesity, TSH high, infertility, PCOD and fibroids both present, additions anywhere and PCOD, PCOD large with hormonal changes,
PCOD and infertility. PCOD, overbleeding, facial growth, hormonal imbalance, infertility with irregular menses, amenorrhea, dysmenorrhea, and PCOD. PCOD plus residual volume plus infertility, exophthalmic ovarian cyst growing outward. ഇങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറും കഞ്ഞിയൊക്കെ അന്വേഷിച്ചു പോയ ആൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും ബിരിയാണിയൊക്കെ കിട്ടിയ പോലത്തെ ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇനി ഡ്യൂറിങ് പ്രഗ്നൻസിയിലുള്ള കംപ്ലൈൻസ്, അതും ഈ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആയിട്ടൊക്കെ വരുമ്പം നമ്മുടെ അടുത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് കംപ്ലൈന്റിന് മാത്രമായിട്ട് വരുമ്പം നമുക്കൊരു ടെൻഷൻ. കാര്യം നമ്മൾ കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ പോലും അറിയാലോ ഈ എന്താ പറയാ യൂട്യൂബ് ഡോക്ടർമാര്, പിന്നെ അപ്പുറത്തെ അമ്മായിമാര്, കുഞ്ഞമ്മമാര്, ഇപ്പൊ എല്ലാരും ഡോക്ടർമാരാണ് ഒരാള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അവർക്കൊരു വയറുവേദന, കൺട്രാക്ഷൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ നമ്മൾ കൊടുത്ത പച്ചവെള്ളം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആണ് ഉള്ളത്. പക്ഷെ അതും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഒരു സ്പോട്ടിങ് ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്ത് ഒരു സ്പോട്ടിങ് കേസ് ഉണ്ടായിരുന്നു. ആ കേസിലും ഈ പറഞ്ഞ പോലെ അക്കാലിഫ ഇൻഡിക്ക 30 ആഫ്റ്റർ 10 മിനിറ്റ്സ് വന്നിട്ട് നേരത്തെ പോലെ തന്നെ കാലിഫോസ് 6x ബോത്ത് 4 ടൈംസ് ഡെയിലി ആണ്. പക്ഷെ അതങ്ങനെ അധിക നാളൊന്നും നമുക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പോഴത്തേക്കും അത് പിന്നെ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും കേസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മള് സ്കാൻ എടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും വിചാരിക്കാൻ പാടില്ല. പേഷ്യന്റിന്റെ അടുത്ത് പൈസ ഉണ്ടോ പൈസ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ഈ കാര്യത്തിൽ അറിയേണ്ട കാര്യമില്ല. നമ്മളത് എടുത്ത് തന്നെ മതിയാവും. അതുപോലെ തന്നെ അബോർഷന് നമ്മളടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഇനി ഹോമിയോക്കാർക്കൊന്നും വരുമാനം ഇല്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാൻ പറഞ്ഞതാണ്. ചില മാസങ്ങളിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് ആണ് കേട്ടോ. ഡോക്ടർ ഒരു അബദ്ധം പറ്റി, അപ്പോഴത്തേക്കും പൈസ ഒരു പ്രശ്നമല്ല, പിന്നെ നമ്മള് പിന്നെ അങ്ങനെ പോയി കിടക്കാനൊന്നും പറ്റില്ല, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഒരു 30,000-40,000 രൂപ വരെയൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു മാസത്തിൽ ഒരു കേസുകളും കിട്ടാറുണ്ട്. അത് പേഷ്യന്റ് ഒന്നും അല്ല, ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ പൊതുപ്രവർത്തനം ഉള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാല്, ഞങ്ങള് കുട്ടികളില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കും. ഓക്കെ, നാച്ചുറൽ പ്രോസസ്സ് മാത്രമേ നമ്മൾ ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യാറുള്ളൂ. അബോർഷന് മരുന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ നാച്ചുറൽ പ്രോസസ്സേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റേപ്പ് വിക്ടിമോ അല്ലെങ്കിൽ അല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതല്ലെങ്കിൽ നിങ്ങൾ ഗൈനക്കിനെ തന്നെ കാണണം എന്നുള്ള ഒരു കേസ് ഒന്ന്. രണ്ടാമത് വരുന്ന വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഈ പീരീഡ്സ് മാറ്റി വെക്കുക എന്നൊരു കേസ് ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ നോമ്പൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകാനുണ്ട്, അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസസ് ഉണ്ടല്ലോ. അവിടെയും അവർ മോസ്റ്റ് പ്രോബബ്ലി അവർ പ്രൈമലു 10 ആണ് എടുത്തിട്ട് വരാറുള്ളത്. അപ്പം ആ രണ്ട് കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറിയിൽ വന്നിട്ട് ഇത് ബർത്ത് കൺട്രോൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഇപ്പം പ്രൊട്ടക്റ്റഡ് സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐസിന്റെ പോലെയൊക്കെ ഇങ്ങനെ പരസ്യമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വരുന്ന കേസസ് ഉണ്ട്. അപ്പം ബുക്കില് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് മൂന്നും ശരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിനകത്ത് നാച്ചുറലി ഫ്ലോ ഇങ്ങനെ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒന്നും അങ്ങനെ കണ്ടും ഇല്ല, ഇത് കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഡെർമോയിഡ് സിസ്റ്റ്, ഓവറിയിൽ വരുന്ന ഡെർമോയിഡ് സിസ്റ്റ്, ഈ നെബോത്തിയൻ സിസ്റ്റ്, ഡെർമോയിഡ് സിസ്റ്റ് അല്ലെങ്കിൽ ബർത്തോൾനി സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അതിൽ കാണുമ്പോൾ മോസ്റ്റ്ലി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് അങ്ങ് ശരിയായിക്കോളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വിടുന്ന കേസസ് ഉണ്ട്. ആക്ച്വലി അവിടെയൊക്കെ നമുക്ക് ഉള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സ്കാനിൽ വന്നിട്ട് നമുക്ക് ഇപ്പം ഫാറ്റി ലിവർ ഉള്ള ഒരു സ്കാൻ ആണെന്ന് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ളൊരു സ്കാൻ ആണെന്ന് വെക്കണം. ഇത് എന്ത് സ്കാൻ തന്നെയാണെങ്കിലും അതെല്ലാം മാറിക്കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആ പേഷ്യന്റിന് ഈ പറഞ്ഞ പോലെ ഒന്നീന്ന് അടുത്തതിലേക്ക് അതിന്ന് അടുത്തതിലേക്ക് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളത് ശരിയാക്കി കൊടുക്കാം എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഈ ശരിയാക്കി കൊടുക്കാം എന്ന് പറയുമ്പോഴും അവിടെയും നമ്മൾ വാഗോണ്ട് പറയുന്നതല്ല, ആഫ്റ്ററും ബിഫോറും വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഡെർമോയിഡ് സിസ്റ്റ് ഓഫ് ഓവറിയിൽ പറയുന്നതെന്ന് പറഞ്ഞാല് കാലി അയൺ 30 ആഫ്റ്റർ 10 minutes 3 tabs of Silicea 6x both 4 times daily, അതൊരു 3 to 6 months കൊടുക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോർമാലിൻ 60 അല്ലെങ്കിൽ 30 വന്നിട്ട് നമ്മൾ ബോട്ടിൽ ഒഴിച്ചിട്ട് അത് മോർണിംഗ് ടു നൈറ്റ് കുടിക്കുക എന്നുള്ളതാണ്.
നമ്മളെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഇതിനകത്ത്. ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പിന്നെ എന്റെ വേറൊരു ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാല് ഈ വന്നിട്ട് ഈ ജനേറ്റൽസിന്റെ അവിടെ വന്നിട്ട് ഒരു ക്രീപ്പിംഗ് ടൈപ്പ്, അതായത് ഇങ്ങനെ ചൊറിച്ചിൽ ഇങ്ങനെ എന്തോ ഏഞ്ഞു വരുന്ന പോലത്തെ ചൊറിച്ചിലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് മെയിൽസിലും ഫീമെയിൽസിലും അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനകത്ത് ടാരന്റുല 30 ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നാഫ്തലിൻ 30 അതും ബോത്ത് 4 ടൈംസ് ഡെയിലി എന്നുള്ളതാണ്. അപ്പൊ ടാരന്റുലയിൽ വന്നിട്ട് എസ്പെഷ്യലി അറൌണ്ട് ദ ജനൈറ്റൽസ്, നാഫ്തലിൻ 30 വന്നിട്ട് ക്രീപ്പിംഗ് ടൈപ്പ് ഓഫ് ഫംഗസ് ടു ഓൾ ഏരിയാസ് ആണ് പറയുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് ഇത് ഫിയർഫുൾ ഇച്ചിങ് ഓഫ് ജനൈറ്റൽസ് ഫോളോഡ് ബൈ ബേണിംഗ് എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അതിനകത്ത് ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു എബനേസർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അപ്പൊ സാറ് ഞങ്ങള് ക്രോട്ടൺ ടിപ്പ് ഓർമ്മിക്കാൻ വേണ്ടി സാർ ഇങ്ങനെ പറയും, എടുത്തെടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, സ്ക്രോട്ടത്തിൽ ചൊറി വന്നാൽ ക്രോട്ടൺ ടിപ്പ്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു റൈം പോലെ സാറിന്റെ 2-3 പ്രാവശ്യം ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അത് അങ്ങനെ തന്നെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ ക്രോട്ടൺ ടിപ്പ് കൊടുത്തിരുന്നു പേഷ്യന്റിന്. പക്ഷെ അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം കോട്ടൺ ടിക്ക് 30 ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ കാലിഫോർത്ത് 6 3 ടാബ്സ് 4 ടൈംസ് ഡെയിലിയാണ്. ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൊടുത്തു. അപ്പം ഇതില് ഞാൻ ഈ ബുക്കിൽ ഞാൻ നോക്കിയിട്ട് കൊടുത്തിട്ട് പറ്റാത്ത അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ സാറിനോട് അല്ലാതെ ഞാൻ ചോദിക്കാറ്. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല് ഈ ബ്രസ്റ്റിലെ ട്യൂമർ ഉണ്ടല്ലോ, ബ്രസ്റ്റിലെ ട്യൂമർ നമ്മളടുത്ത് വരുമ്പോൾ നമ്മള് ആക്ച്വലി ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റാണ്. ഖാലിദ് സാറും സാദത്ത് സൈൻ സാറും ഒക്കെ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ അടുത്തതിലേക്ക് പോവാന്നുള്ളതാണ്. ഇതിനകത്ത് ആക്സിലറി ഗ്ലാൻസിലെ സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. അത് അപ് ടു വാട്ട് എക്സ്റ്റെന്റ് എന്നുള്ളത് നമ്മൾ ഫിസിക്കൽ എക്സാമിൻ ചെയ്ത് തന്നെ മതിയാവും. അപ്പൊ അതിന് ഈ ട്യൂമർ ഓഫ് ദ ബ്രസ്റ്റ് വിത്ത് സ്വെല്ലിംഗ് ഓഫ് ആക്സിലറി ഗ്ലാൻസിൽ വന്നിട്ട് കാർസിനോസിൻ 30 ഒരു ഡോസ്, വീക്ക്ലി ഡോസ് ആണ്. അതിന്റെ കൂടെ തന്നെ ഗോസിപ്പിയൻ ടിഞ്ചർ 10 ഡ്രോപ്സ്, പിന്നെ ആഫ്റ്റർ 10 മിനിറ്റ്സ് ആകുമ്പോൾ അസ്റ്റേറിയ സ്റ്റുഡൻസ് 30, പിന്നെ ഇത് രണ്ടും വന്നിട്ട് 4 നേരം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഫോർമാലിൻ 30 വന്നിട്ട് അല്ലെങ്കിൽ 60 വന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളത്തിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് കൊടുക്കുക, ഷേക്ക് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ അബോർഷന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ നമുക്ക് മരുന്നില്ല, ഗോസിപ്പിയും ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ടല്ല, അത് നല്ല കമ്പനിയുടേതും അതുപോലെ നല്ലൊരു ഡോസേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പോവാറ് പതിവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഓരോ ഡോക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള എത്തിക്സ് ഉണ്ടായിരിക്കും. ഇത് അതായത് എല്ലാം ശരി, എന്റെ ശരി മറ്റൊരാളുടെ ശരി ആവണമെന്നില്ല. അത് നമ്മൾ ആറ്റിറ്റ്യൂഡിലെ ഡിഫറൻസ് ആണ്. അപ്പൊ അത് ഓക്കെ ആയിട്ടുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഒളിഗോമെനോറിയ, അത് നമ്മളെ കുറെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഇതായിരിക്കും ഒളിഗോമെനോറിയ, ഇറഗുലർ പീരീഡ്സ് ഓർ ഇറഗുലർ മെൻസ്ട്രേഷൻ ഓർ ഇൻഫ്രീക്വന്റ് മെൻസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തും ഒരു ഡയറ്റ് പറയുന്നുണ്ട്. ഈ ഡയറ്റ് നല്ല ഡയറ്റ് ആണ് കേട്ടോ, ഫോളോ ചെയ്യാൻ എളുപ്പമാണ്, നല്ല ഡയറ്റുമാണ്. അതായത് ഒന്ന് ഒരു സ്മോൾ ബോൾഡ് പൊട്ടറ്റോ ഡെയിലി മോർണിംഗ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എള്ളുണ്ട ഉണ്ടല്ലോ, എള്ളുണ്ട എന്റെ ജൂനിയേഴ്സ് ഇടയ്ക്ക് എന്നെ കളിയാക്കി പറയാറുണ്ട്. അതായത് ഞാൻ എന്ത് പറഞ്ഞാലും ഈ എള്ളുണ്ടയുടെ കഥ പറയും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബുക്ക് വായിച്ചപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിലും സാർ എള്ളുണ്ടയുടെ കാര്യം കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അതിൻ്റെതായിട്ടുള്ള ഉപയോഗം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ പറയാറുള്ളത്. അപ്പം ഈ കറുത്ത എള്ള് വാങ്ങി വറുത്ത് പൊടിച്ച് അതിനകത്ത് നമ്മൾ തന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഇപ്പം ഞാൻ സാധാരണ കരിപ്പട്ടി ഇടാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതില്ലേ ഓമം ചിലപ്പം ആഡ് ചെയ്യാൻ പറയാറുണ്ട്, കറുത്ത ഉണക്കമുന്തിരി ആഡ് ചെയ്യാൻ പറയാറുണ്ട്. എന്നിട്ട് ഇത് ഒരു ഈന്തപ്പഴം ഇടാൻ പറയാറുണ്ട്. അതായത് ഇത് പീരീഡ്സ് ആവാത്ത കുട്ടികൾക്കുള്ള കാര്യമാണ്. ഇത് വെച്ചിട്ട് 2 വെച്ച് 3 നേരം അല്ലെങ്കിൽ 1 വീതം 3 നേരമൊക്കെ എടുക്കാൻ പറയാറുണ്ട്. പീരീഡ്സ് ആവുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനും പറയാറുണ്ട്. അപ്പൊ ഇതിൽ നമ്മളിങ്ങനെ കുറെ കാലമായിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ 2 ബുദ്ധിമുട്ടുകൾ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാല്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് എടുക്കുമ്പോൾ പെട്ടെന്ന് പീരീഡ്സ് ആവാറുണ്ട്. ചില കുട്ടികൾക്ക് പെട്ടെന്ന് പീരീഡ്സ് ആവാറുണ്ട്. അപ്പൊ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരിക്കലും നമ്മളത് മനസ്സിലാവുമ്പോൾ പിന്നെ അതനുസരിച്ച് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിൽ ഡിഫറൻസ് വരുത്തിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഹെയർ ഗ്രോത്തിന് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു
എള്ളുണ്ട വളരെയധികം നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് എള്ളുരുണ്ട 1 each 4 times ഡെയിലി പറയുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പിടി ചോറിൽ 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് 2 നേരം ദിവസം കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രഡീഷൻ വെച്ച് നമുക്കറിയാം, ഒരു സമയത്ത് നമ്മൾ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ നല്ലെണ്ണ, മുട്ട, ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക്, ആ പിള്ളേർക്ക് അത് സത്യം പറഞ്ഞാൽ നല്ലെണ്ണ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പറയാറുണ്ട്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പിന്നെ ഉള്ളത് ബനാന പ്ലസ് കാഡം പൗഡർ മേക്ക് എ പേസ്റ്റ് ഈച്ച് 2 to 3 times ഡെയിലി എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ആ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ 4 ശംഖുപുഷ്പവും കുറച്ച് ജീരകവും 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് മിക്സിയിൽ ജ്യൂസാക്കി രാവിലെ കുടിക്കുക എന്നുള്ളതാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഏത് അസുഖങ്ങൾ വരാതെ തടുക്കാനും ശംഖുപുഷ്പത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ കുങ്കുമപ്പൂവിന്റെ കാര്യം പറയുന്നുണ്ട്. കുങ്കുമപ്പൂ വന്നിട്ട് 1 ഗ്ലാസ്, അത് നമുക്ക് എല്ലാവർക്കും എടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കൊളസ്ട്രോള് അല്ല ഹൈപ്പർ കൊളസ്ട്രീമിയ അല്ലെങ്കിൽ അതുപോലെ വന്നിട്ട് മിൽക്ക് അലർജി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ IgE ഇൻക്രീസ് എലിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, വെയിറ്റ് കൗണ്ട് എലിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ആൾട്ടർനേറ്റീവ് വേ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പറയുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ, കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മള് സമയം ഞാൻ ജസ്റ്റ് ആ ചാപ്റ്റേഴ്സ് മാത്രം ഒന്ന് ഇൻട്രൊഡക്ഷനിൽ നിന്ന് ഓടിച്ചു വായിക്കുകയാണ്. യൂറിനറി സിസ്റ്റം, ആൽബുമിനേറിയ, ബെഡ് വെറ്റിംഗ്, എന്യൂറിസിസ് ആൻഡ് ഇൻകോണ്ടിനൻസ്, ബേണിംഗ് ഡ്യൂറിംഗ് യൂറിനേഷൻ, crawling or creeping or tingling sensation in urethra, creatinine, kidney failure, cystitis, dribbling of urine, drops, canals, edema, E. coli, frequent urine, അത് പറഞ്ഞു. frothy or foamy urine, hydronephrosis, IgA nephropathy, മലവും മൂത്രം അറിയാതെ പോവുക, കിഡ്നി സ്റ്റോൺസ്, മിൽക്കി ഓർ വൈറ്റ് യൂറിൻ, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രം, അത് അങ്ങനെ പോണു. മെയിലിൽ വന്നിട്ട് ഹൈഡ്രോസിൽ, ഇതൊരു സെക്കൻഡ് പാർട്ട് വെച്ചാലോ? സെക്കൻഡ് പാർട്ട് ഇതിങ്ങനെ ഓടിപ്പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അല്ല വേണം, ഇതിനകത്ത് ചാപ്റ്റേഴ്സ് ഇതിനകത്ത് ഞാൻ ഓടിച്ചു പോയ എന്തിനാണെന്ന് അറിയാമോ? ഈ ബുക്ക് ഇതിൽ നമ്മളെ കയ്യിൽ പല ആൾക്കാരുടെ കയ്യിലും ഉണ്ടായിരിക്കും ബുക്ക്. പക്ഷെ ഇതിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്ന് സത്യസന്ധമായി പറയണമെങ്കിൽ ഒരു 10 പേരെങ്കിലും ഇനി ഈ ബുക്ക് പോയിരുന്ന് വായിക്കും. അതാണ് സത്യം. അപ്പൊ നമ്മളെല്ലാരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വായിക്കാത്ത കുറെ ബുക്സ് നമ്മുടെ കയ്യിൽ കാണും. അപ്പൊ നമ്മളത് പോയിന്റ് ആയിട്ട്, പിന്നെ ഒരു ബുക്ക് സ്വാഭാവികമായിട്ട് ഇത്രയും കണ്ടീഷൻസ് ഉള്ള ഒരു ബുക്ക് നമുക്ക് ഒരു ദിവസം തീർക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയുന്ന കാര്യമാണല്ലോ. അതാണ്. ഇനി ബാക്കി കുറെ ഇപ്പൊ പറഞ്ഞ കുറെ ഹെഡിങ്ങുകളുണ്ടല്ലോ, അതിന്റെ കീഴിൽ എന്താ വരുന്നതെന്നുള്ളത് വേണമെങ്കിൽ ഒരു ദിവസം പറയാം, ഡോക്ടർക്കുള്ള എക്സ്പീരിയൻസ്. ഈ ബുക്കിന്റെ ഒരു വിഷമം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ബുക്ക് അവൈലബിൾ അല്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഡോക്ടറയിലാണ് ഇപ്പൊ ബുക്ക് ഉള്ളത്. അല്ലല്ല, ബുക്ക് ഒരുപാട് പേരെ കയ്യിലുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബുക്ക് ഒരുപാട് പേരെ കയ്യിലുണ്ട്. പുതുതായിട്ട് ഒരാൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അത് എന്റെ ഒരു ഒരുപാട്, അതായത് റീപ്രിന്റിങ് വരുമായിരിക്കും എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ എന്താ ഇപ്പൊ ഡോക്ടർ ഈ ഒരു എന്താണ് പുസ്തകത്തിനെ കുറിച്ചുള്ള ഈ ജെനിറ്റോ യൂറിനറി ഇന്നുകൊണ്ട് മതി എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ഏകദേശം ആയി? ഇല്ല വേണം അങ്ങനെ. അതെന്താണെന്നറിയാമോ, നമ്മള് ഒരു 1000 പേഷ്യൻസിനെ, ഇത് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളൊരു 1000 പേഷ്യൻസിനെ നോക്കി, 999 കേസും സക്സസ് ആണ്, 1000ാമത്തെ കേസ് ഫെയിലിയർ ആണ്. എന്നാ ആ 1000ാമത്തെ കേസിനെ പറ്റി മാത്രമായിരിക്കും ആൾക്കാർ പറയാ. ബാക്കി 999 കേസ് അവര് പറയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ അങ്കിൾ നെഫ്രോളജിസ്റ്റ് ആണ്. അപ്പം എന്റെ അങ്കിൾ എപ്പോഴും, ഞാൻ ഫ്രം മൈ +2 എന്റെ അങ്കിൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈഫ് ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ലൈഫ് ടൈം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഡോക്ടർ ആണെങ്കിലും. ഞാൻ ഇത് ഈ ബുക്കിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇതില് എന്റെ എക്സ്പീരിയൻസിൽ ഒരു 4-5 മെഡിസിൻസ് വന്നിട്ട് ആക്ച്വലി നമ്മൾ കണ്ണടച്ച് കൊടുക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളിൽ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഡോക്ടർ ഇപ്പൊ ബെഡ് വെറ്റിങ് കുറെ പറഞ്ഞ്, അതിൽ എന്താ ഒരു സംശയം, ബെഡ് വെറ്റിങ്ങിന് എന്താ പറയുന്നത് അതില്? ബെഡ് വെറ്റിംഗ് വന്നിട്ട്
ഞാൻ നോക്കട്ടെ. എനിക്ക് ബെഡ് വെയിറ്റിംഗ് കേസസ് അങ്ങനെ കിട്ടിയിട്ടില്ല മാഡം. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം ബെഡ് വെയിറ്റിംഗ്. ഓക്കെ. അപ്പോഴത്തേക്ക് ബെഡ് വെയിറ്റിംഗ് ഓക്കെ. വേറെന്തെങ്കിലും? വേറെ ഇപ്പൊ ഹരിഹർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ബെഡ് വെയിറ്റിംഗ് വന്നിട്ട് 93. ബെഡ് വെയിറ്റിംഗ് കേസസിൽ പറയുന്നതെന്ന് പറഞ്ഞാല് drink a glass of hot water 1 hour before going to bed. Also eat handful of puffed paddy, അതായത് മലർപ്പൊരി at bed time. ഇത് ആ ഒരു urge to urination കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഉള്ളത് Rus aromatica 30. Rus aromatica 30 after 10 minutes, Aja 30, 4 times daily till better. അതാണ് ഇതിനകത്ത് പ്രൈം ആയിട്ട് പറയുന്ന ഒരു കാര്യം. Rus aromatica വന്നിട്ട് enuresis or incontinence of urine due to vesical atony, incontinence in old people, constant dribbling, severe pain at the beginning or before urination, causing great agony in children. ഇതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് Rus aromatica 30, 1 dose at bedtime. Damiana tincture is also good. ഡാമിയാന ടിഞ്ചർ. Damiana tincture is also good പറയുന്നുണ്ട്. ആരോമാറ്റിക്ക 30 അല്ലേ? Rus aromatica 30 ആണ് പറയുന്നത്. പിന്നെ എന്തോ മലരും എന്തൊക്കെ ഇട്ട വെള്ളം? മലർപ്പൊരി. മലർപ്പൊരി. അത് ശരിക്കും നമ്മള് തന്നെ നമുക്ക് അസുഖമൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ ഫീമെയിൽസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്ക് ഇത് വരാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ. ഒരു മെഡിസിനും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഇപ്പൊ നമ്മൾ ഒരു മാസത്തിൽ അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും കുടിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളത് 100% അല്ല 1000%. മലർപ്പൊരി ഫ്രീക്വന്റ് യൂറിനേഷൻ കുറയ്ക്കുമെന്നാണ് പറയുന്നത് അല്ലേ? ഫ്രീക്വന്റ് ബെഡ് വെയിറ്റിംഗിന്റെ കേസിൽ ഫ്രീക്വന്റ് യൂറിനേഷൻ കുറയ്ക്കും. ഓക്കെ. അപ്പൊ ഹരിഹരൻ സാറിനോട് ചോദിക്കാം. അപ്പൊ ഇത് ഇപ്പൊ കേട്ടിടത്തോളം കുറച്ച് നമ്മൾ ചിന്തിക്കാത്ത ചില മരുന്നുകളാണ് ഇതില് പലതിനും വന്നിരിക്കുന്നത്. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. വെരി ഗുഡ്. കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ വെരി ഗുഡ്. ഡോക്ടറുടെ നന്നായിരുന്നു. ഇത് നമ്മുടെ ഡോക്ടർ രാമകൃഷ്ണന്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. പാലക്കാട്ടുകാരനല്ലേ? അല്ലേ? അതെ സാർ, അതെ. എൻ്റെ ഫ്രണ്ടാണ് രാമകൃഷ്ണന്റെ അച്ഛനും ഒക്കെ ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. രാമകൃഷ്ണന് നല്ല പ്രാക്ടീസ് ഉള്ള നല്ല ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എഴുതിയ പുസ്തകമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് അതിനെപ്പറ്റി ഒന്ന് കമന്റ് ചെയ്തേക്കാം. എനിക്ക് രാമകൃഷ്ണന്റെ പുസ്തകം എൻ്റെ കയ്യിലില്ല. രാമകൃഷ്ണനായിട്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ സംസാരിക്കാറുണ്ട്. ചില വെബിനാറിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്. രാമകൃഷ്ണൻ നല്ലൊരു പ്രാക്ടീഷണറാണ്. രാമകൃഷ്ണന്റെ അച്ഛന് ഈ ആയുർവേദ മെഡിസിൻസ് നല്ല അറിവായിരുന്നു. അതെൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് ഇതിനകത്ത് രാമകൃഷ്ണന്റെ ഈ മെഡിസിൻ പറയുന്നതിനകത്തൊക്കെ ആയുർവേദിക് കൂടെ കമ്പൈൻഡ് ആണ്. പക്ഷെ അത് ഒത്തിരി ഗുണം ചെയ്യും. കോംപ്ലിമെന്ററിയാണ്. ഹോമിയോപ്പതിക് മെഡിസിന്റെ ഒരു കോംപ്ലിമെന്ററി ആണ് ആക്ച്വലി ആയുർവേദിക് ഡ്രഗ്സ്. അപ്പൊ ഉദാഹരണമായിട്ട് ട്രിബുലസ് എന്ന് പറയുന്ന നമ്മുടെ ഇതല്ലേ, എരിഞ്ഞില്. അപ്പൊ ആയുർവേദത്തില് ഈ ഞെരിഞ്ഞിൽ എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ്. നമ്മള് ഞെരിഞ്ഞിലിട്ട വെള്ളം കൊടുക്കുകയാണെങ്കിൽ മൂത്രം ഇഷ്ടം പോലെ മൂത്രം ഒരു ഡയൂറിറ്റിക്കാണ്. ഈ ഡയൂറിറ്റിക്ക് തന്നെയാണ് ഈ ബാർലി ഒരു പിന്നെ ഇതുപോലെ തന്നെ മൂത്രം പോകാൻ വളരെ ഗുണമുള്ള ഒരു സാധനമാണ് ബാർലി. നമ്മുടെ നാട്ടില് പണ്ട് ബാർലി വെള്ളം കുടിപ്പിക്കും. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ട് ബാർലി വെള്ളം കുടിപ്പിക്കും. ഇതും ചെയ്യും. ഇത് വിട്ട് ഞെരിഞ്ഞിരി വെന്ത വെള്ളം കുടിക്കാൻ പറയും. അത് അതിന്റെ ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ രാമകൃഷ്ണന്റെ പലതിലും ഇതുപോലെ കോംപ്ലിമെന്ററി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആയുർവേദത്തിലുള്ള പല ഡ്രഗ്സും നമ്മുടെ ഈ ഹോമിയോപ്പതിക്കകത്ത് ടിഞ്ചേഴ്സ് ആയിട്ട് ഒത്തിരി എണ്ണം ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ സിനാമൺ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. സിനാമൺ എന്ന് പറയുന്നത് കറുകപ്പട്ട. ഈ കറുകപ്പട്ടയ്ക്ക് വാസ്തിഫൈ, അതായത്
ഈ PCOD ഉള്ള സ്ത്രീകൾക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഏറ്റവും ബെസ്റ്റ് ഒരു മെഡിസിൻ ആണ് സിനാമൺ. അപ്പൊ നമുക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സിനാമൺ ടിഞ്ചർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓക്കെ സാറേ, രണ്ടുപേരൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സമയം കുറവ്. ശരി, ഞാൻ നിർത്തിയത്. ഓക്കെ, ഈ രാമകൃഷ്ണൻ ഡോക്ടറുടെ വീട് പാലക്കാട്ട് എവിടെയാണെന്ന് അറിയാമോ? അതോടെ ജസ്റ്റ്. അടുത്തത് ശ്രീലേഖ ഡോക്ടറാണ്. ശ്രീലേഖ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ശ്രീലേഖ ഡോക്ടർ. ഡോക്ടർ, ഞാൻ എൻ്റെ പേര് ശ്രീലേഖ. ഞാൻ രാമകൃഷ്ണൻ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ചു കാലം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മലർപ്പൊരിന്റെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. എന്യൂറിസിസ് ഉള്ള കുട്ടികൾക്ക് മലർപ്പൊരി വെറുതെ കഴിക്കാനാണ് കൊടുക്കുക. പക്ഷെ അതേസമയം യൂറിൻ പോവാത്ത, ഇപ്പൊ യൂറിനറി കിഡ്നി സ്റ്റോൺസോ അല്ലെങ്കിൽ UTI ഉള്ളവർക്കാണ് മലർപ്പൊരി ഇട്ട വെള്ളം കുടിക്കാൻ വേണ്ടി പറയുക. ഓക്കെ, അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും മലർപ്പൊടിയായിട്ട് കൊടുക്കാൻ പറയുന്നത്, ആണോ? മലർപ്പൊരി. അതെ 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 ഈ അതെ അതെ. മലർപ്പൊരിയാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല അത്. അല്ലല്ല, നമ്മള് ശബരിമലയ്ക്കൊക്കെ അതെ കൊണ്ടുപോകാൻ അതെ, വേണ്ടിയിട്ട് മലരില്ലേ, അത് തന്നെയാണ് സംഭവം. ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണോ? ഇല്ല, വെയിറ്റ് കുറഞ്ഞ മറ്റേ അതന്നെ ഒരു പഫ്ഡ് ഇവിടുത്തെ പാഡി എന്ന് പറയും നമ്മള്. അതെ അതെ ഡോക്ടറെ, കുറച്ച് നെല്ലെടുത്ത് ചീനച്ചട്ടിക്കകത്തിട്ട് വറുത്താൽ മലരും. അത് മലര്. പക്ഷെ അത് തന്നെ അത് സാധനം. അതന്നെയാണ് സാധനം. നെല്ല് വറുത്തുണ്ടാകുന്ന സാധനം. മറ്റേത് ഇച്ചിരി റിഫൈൻ അതെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, മറ്റേ ഈ വെളുത്തിരിക്കുന്ന സാധനം. അതല്ല. രണ്ട് സൈസ് ഉണ്ട്. ആ, അതായത് നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന മലർപ്പൊരിയുണ്ട്, അതല്ല മലർപ്പൊരിയല്ല. അതല്ല, നമ്മള് ഈ മലര് തന്നെ ഈ നെല്ല് പൊട്ടിച്ചെടുക്കുന്നത്, വറുത്ത് പൊട്ടിച്ചെടുക്കുന്ന മലര്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ചെയ്ത് പോണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്യൂറിസിസ് ആണെങ്കിൽ ഒരു വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് മലരും പഞ്ചസാര വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. അതൊന്നിട്ടിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. എന്നിട്ട് ഒരു ഗ്ലാസ് ചൂട് വെള്ളവും കുടിക്കാൻ പറഞ്ഞാൽ മതി, ഒരു കിടക്കുന്നതിന്റെ ഒരു 1 മണിക്കൂർ മുന്നേ. ഓക്കെ ഡോക്ടറെ, അപ്പൊ നമുക്കത് ക്ലിയർ ആയി. അപ്പോ എന്യൂറിസിസ് ഉള്ളവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അല്ലാതെ കിഡ്നി സ്റ്റോൺസോ UTI ഉള്ളവരൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഒന്നും ഇല്ലാത്തവരാണെങ്കിലും മലരിട്ടിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കിഡ്നി ഡിസീസസോ യൂറിനറി ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും വരില്ല. ഓക്കെ ഡോക്ടറെ, ഡോക്ടർ തുടരണേ. നമ്മളെ റിവ്യൂ ബഷീർ ഡോക്ടർക്ക് ഒരു നന്ദി പറയാൻ വേണ്ടി ഡോക്ടറെ ക്ഷണിക്കാം. അടുത്ത ദേവൻ ഡോക്ടർ ഉണ്ട്. ദേവൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. 1 മിനിറ്റ്, നമുക്ക് സമയം കുറവാണ്. ദേവൻ ഡോക്ടറെ സംസാരിച്ചു. നമസ്കാരം. രാം സാറിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള ക്ലാസ്സാന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ 10:30ക്കാണ് കയറിയത്. എന്തായാലും അത് വളരെ നല്ലൊരു എൻ്റെ കയ്യിലുണ്ട് ബുക്ക്. വളരെ നല്ലൊരു അമൂല്യ നിധിയാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ ഉണ്ട്, വേറെയും ഉണ്ട്. അത് മൂല്യനിധിയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ പാലക്കാട് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് രാം സാർ എന്ന് പറയുന്നത്. അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാരുള്ള പല ഗ്രൂപ്പുകളിലൊക്കെ അദ്ദേഹം ഉണ്ട്, ഡോക്ടർമാരുടെ ഗ്രൂപ്പുകളിലുണ്ട്. നിരന്തരം ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ, റഷീദ് ഡോക്ടർ പറഞ്ഞ പോലെ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതൊരു സാധന പോലെ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. എനിക്ക് കൂടുതൽ പറയാൻ ഇപ്പോൾ ഈ പറയുന്ന സമയ ഒരു പരിമിതി കൊണ്ടാണ്. ഈ മലർപ്പൊരി എന്ന് പറയുന്ന പാലക്കാടൻ ഭാഷയാന്നേ ഉള്ളൂ, മലര് തന്നെയാണ്. പിന്നെ അത് വെള്ളത്തിലായിട്ട് കൊടുക്കുമ്പം അത് ശരിക്കും തിളപ്പിച്ച് കൊടുക്കുമ്പോൾ ഡൈയൂറിറ്റിക് ആയിട്ടാണ് കൂടുതൽ മൂത്രം പോവുക ചെയ്യും. ക്ഷീണത്തിന് നല്ലതാണ്, ക്ഷീണത്തിന് വളരെ നല്ലതാണ്. കാരണം ഈ മറ്റേ എന്താണ് പണ്ട് കോളറയൊക്കെ വരുമ്പോ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കും. അത് തന്നെ ഭയങ്കര ക്ഷീണത്തിന് വളരെ വളരെ നല്ലതാണ്, വയറിളക്കത്തിനും. അദ്ദേഹത്തിന്റെ എന്തായാലും ക്ലാസ് മുഴുവൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, കേട്ടത്രയും ദേവൻ ഡോക്ടർ, ഈ രാമകൃഷ്ണൻ ഡോക്ടർ എവിടെയാണ് താമസിക്കുന്നത്? പാലക്കാട് നല്ലേപ്പള്ളി, പാലക്കാട് ജില്ലയിലുള്ള നല്ലേപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളവിടെ പോയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ ബാക്കി ബുക്കുകൾ, അദ്ദേഹത്തിന്റെ ഒരു
ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ബുക്കുകൾ അടിക്കുമ്പോൾ ഓർഡർ അനുസരിച്ച് മാത്രമേ അടിക്കാറുള്ളൂ, അല്ലാതെ അടിച്ചു വെച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നീട് വല്ലവർക്കും വേണമെന്ന് പറഞ്ഞാൽ കിട്ടാൻ വളരെ പ്രയാസം നേരിടുന്നുണ്ട്. അതൊന്ന് എല്ലാവരും കൂടി ആവശ്യപ്പെട്ട് കാണാൻ അത് അത്രയും ദേവൻ ഡോക്ടറെ നമുക്ക് ആ ഒരു അഭിപ്രായം ശ്രീ ലേഖ ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടറെ അറിയിക്കും. അല്ല, അത് കുറെ തീർച്ചയായും പേരിൽ അറിയിക്കും. തീർച്ചയായും ഇത് നമുക്ക് ഒരുപാട് പേരിലേക്ക് ഈ ബുക്കുകൾ എത്തണമെന്ന് ഞാൻ അതിനായിട്ട് കുറെ ആ. അല്ലാത്ത രീതിയിലും പല ഗ്രൂപ്പുകളിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാനുള്ള ഒരു ഗ്രൂപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പറയരുതെന്ന് പറഞ്ഞ കാരണം ഞാൻ അത് പറഞ്ഞിട്ടില്ല. അതൊരു മര്യാദ അത്രമാത്രമാണ്. അദ്ദേഹത്തിന്റെ അറിവുകൾ എല്ലാവർക്കും എത്തേണ്ടതാണെന്നാണ്. ഹോമിയോപ്പതി വളരണമെങ്കിൽ ഇങ്ങനെ അറിവുകൾ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. ഈ പണ്ടത്തെ കളരി സമ്പ്രദായം പോലെ പ്രധാനപ്പെട്ട ആശാൻ അയാളുടെ പ്രധാന അടവ് ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോൾ പിന്നെ ഇത് നശിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുക്കുകളും അദ്ദേഹത്തിന്റെ അറിവുകളും അദ്ദേഹം ഗ്രൂപ്പുകളിലൂടെ കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും എത്തണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഓക്കെ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിപ്പോ ഇവിടെ പറയുന്നതല്ല, അത് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പല പ്രശ്നങ്ങളും പൊളിറ്റിക്സും ഒക്കെ കാരണം അതിൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യമാണ്. ഇനിയും ഓക്കെ ദേവൻ ഡോക്ടറെ, നമുക്ക് സമയപരിമിതി ഉണ്ട്. 2 മിനിറ്റ് അധികമായി. നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു അറിവ് പങ്കുവയ്ക്കുന്നതിന് ഡോക്ടർ റിജി റഷീദ് ഒരു നിമിത്തമായി, കാരണമായി. അപ്പം അങ്ങനെ നല്ല രാമകൃഷ്ണൻ ഡോക്ടറുടെ പുസ്തകം പരിചയപ്പെടുത്തിയ റിജി റഷീദ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീ ലേഖയെ ക്ഷണിക്കുന്നു. അദ്ദേഹം അടുത്തൊരു പുസ്തകത്തിന്റെ രചനയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അടുത്തത് 2 ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ചിൽഡ്രൻ ആൻഡ് ഹോമിയോപ്പതി ആണ്. കുട്ടികളിൽ കാണുന്ന ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ആയിട്ടുള്ള സിംറ്റംസ് ആണ്. പിന്നെ ഒന്ന് ജസ്റ്റ് ഹോമിയോപ്പതിക് ലുക്ക് ആൻഡ് പിക്ക് എന്ന് പറഞ്ഞിട്ട് ഒബ്സർവേഷനിലൂടെ മെഡിസിൻസ് സെലക്ട് ചെയ്യാനുള്ള 2 ബുക്സ് ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്കായി ബുക്കിന്റെ പ്രിപ്പറേഷന്റെ. വൈകാതെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓക്കെ ഡോക്ടറെ, അതേത്തിരി എണ്ണം ഞങ്ങൾക്കൊക്കെ കിട്ടത്തക്കോണം ഒന്ന് അടിക്കാൻ പറയണേ ഡോക്ടർ. നമുക്കൊക്കെ ശരി. ഓക്കെ, അപ്പൊ ബുക്ക് ചെയ്താൽ മതി. ഞാൻ അതിന്റെ പറ്റുമെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഇടാം. തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടറെ, അപ്പൊ നന്ദി കൂടി നമ്മുടെ റിജി റഷീദ് ഡോക്ടർക്ക് നന്ദി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. റിജി റഷീദ് ഡോക്ടർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഡോക്ടറുടെ എക്സ്പീരിയൻസും കൂടെ വെച്ച് പറഞ്ഞു. ബുക്ക് മാത്രം വായിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും കേൾക്കുന്നവർക്ക് അതൊരു സുഖമായി തോന്നില്ല. പക്ഷെ ഡോക്ടറുടെ എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞപ്പോൾ അത് കേൾക്കുന്നവർക്കും ഓക്കെ, ഇത് കൊടുത്താൽ ഇത് ക്യൂർ ആവും എന്നൊരു ഇത് കൂടെ കിട്ടി. ഡോക്ടർക്ക് വളരെ നന്ദി. ഇങ്ങനത്തെ ഒരു ബുക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തതിനും ഇതിനും ഒരുപാട് നന്ദി. എന്റെ പേരിലും രാംസാറിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. റൂമിലുള്ളവർക്കുള്ള ഓക്കെ ഡോക്ടർ ശ്രീ ലേഖ, എല്ലാ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക. പുസ്തകത്തിനെ കുറിച്ചുള്ള പുരോഗമനങ്ങൾ എന്തൊക്കെയാണ്, പുരോഗതി, അതൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ സന്തോഷം. നല്ലൊരു ക്ലാസ് ആണെന്ന് റിജി റഷീദ് ഡോക്ടർ നമുക്ക് എടുത്തിട്ടുള്ളത്. ഡോക്ടർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.